ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ അപകടകരമായ സാഹചര്യമാണ്. ഹിമാചൽ പ്രദേശിൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 75 ഉയരുന്നു. 20ഓളം പേർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. ഹിമാചലിലും പഞ്ചാബിലും ഇന്ന് റെഡ് അലർട്ട് തുടരുന്നു. ഡൽഹിയിൽ പരക്കെ മഴ പെയ്തെങ്കിലും അപകടങ്ങളുണ്ടായില്ല എന്ന ആശ്വാസമുണ്ട്. ഒഡീഷയിൽ കനത്ത മഴയെ തുടർന്ന് ബാലസോറിലെ 10 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ് എന്നാണ് വിവരം. 50,000-ഓളം പേർ മഴ ദുരിതങ്ങൾ നേരിടുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. മധ്യപ്രദേശിൽ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ഇപ്പോൾ അത്യന്തം ഗുരുതരമായൊരു സ്ഥിതി തുടരുകയാണ് ഉത്തരേന്ത്യയിൽ എന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുക. ഹിമാചൽ പ്രദേശിൽ പ്രളയത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 75 ഉയരുന്നു. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പൊതുചിത്രം? രതീഷ്, ഹിമാചൽ പ്രദേശിൽ 9-ാം തീയതി വരെയെങ്കിലും വലിയ രീതിയിലുള്ള ആശങ്ക തുടരുന്നുണ്ട്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 78എങ്കിലും ആയിട്ടുണ്ട് മരണസംഖ്യ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അത് ഇനിയും ഉയരും. കാരണം 20-ലധികം ആളുകളെ കണ്ടെത്തിയിട്ടില്ല. ഇതിൽ പലരും ഒഴുക്കിൽപ്പെട്ട് പോയവരാണ്. അതൊക്കെ കൊണ്ട് തന്നെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇനിയും മിന്നൽ പ്രളയങ്ങളും മണ്ണിടിച്ചിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടുമായി പലയിടത്തും ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലും ഉൾപ്പെടെയുണ്ട്. ഡൽഹിയിലും ഇന്ന് രാവിലെ മുതൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. നാളത്തോടുകൂടി മൺസൂൺ ഡൽഹിയിലും ആരംഭിക്കുമെന്നുള്ള കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ മരണസംഖ്യ അതിനൊപ്പം തന്നെയാണ് 57 കോടി രൂപ നാശനഷ്ടങ്ങൾ. 57 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് 250-ലധികം റോഡുകൾ തകർന്നിരിക്കുന്നു, ട്രാൻസ്ഫോമറുകൾ തകർന്നിരിക്കുന്നു. മധ്യപ്രദേശിലും ഒഡീഷയിലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് മഴയ്ക്ക് ഒരല്പം ശമനമുണ്ട്. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും ഇറങ്ങുന്നുണ്ട്. ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മാറ്റി തുടങ്ങാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത 2-3 ദിവസം കൂടി നോക്കേണ്ടി വരുമെന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒഡീഷയിൽ ബാലസോർ എന്ന് പറയുന്ന ജില്ലയിൽ തന്നെയാണ് ഏറ്റവും അധികം ആളുകൾ ദുരിതത്തിൽ ഇപ്പോഴും അനുഭവിക്കുന്നത്. ഏകദേശം 12-ലധികം ഗ്രാമങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. അത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഭേദപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുമെങ്കിലും അടുത്ത 2-3 ദിവസം കൂടി ആളുകൾ വലിയ രീതിയിൽ ഗൗരവതരമായ സാഹചര്യത്തിലൂടെയാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കടന്നു പോകുന്നത്.